ഞാൻ പിടിച്ച് ഈ വശത്ത് പിടിച്ചോളൂ അടി നിങ്ങളുടെ അവലോസ് പൊടി വറുത്തോണ്ടിരിക്കുകയാണ്. നാടൻ അവലോസ് പൊടി അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കിലോ ഉണ്ട്? 6 കിലോ. കൊടുക്കാനാണോ? കൊടുക്കാനില്ലേ. ഇതിപ്പോ ചെറിയ ഉരുളിയായ കാരണം 3-4 പ്രാവശ്യമായിട്ട് വറുക്കേണ്ടി വരും അല്ലേ? അതെ അതെ. നാടൻ അവലോസ് പൊടി ശിവരാത്രി ആയാൽ ആലുവക്കാരുടെ പ്രധാന പലഹാരമാണ് അല്ലേ? ഇതിനെപ്പറ്റി എന്തെങ്കിലും? ശിവരാത്രി പലഹാരം. അപ്പൊ അവലോസ് പൊടി ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക. അവലോസ് പൊടി മാത്രമാണ് ഉണ്ടാക്കണത്? അച്ചപ്പം ഉണ്ടാക്കും, അവലോസ് ഉണ്ട ഉണ്ടാക്കും, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കും, ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, ദോശ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കൂലേ? ചട്നിപ്പൊടി, ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോ പലതരത്തിലുണ്ടല്ലോ. ചമ്മന്തിപ്പൊടി ഉഴുന്നും പരിപ്പ്, കുറച്ച് പരിപ്പ്, മല്ലി, മുളക്, പുളി, ഉപ്പ് ഇതൊക്കെ കൂടി വറുത്തിട്ട് പച്ചമല്ലി അരിക്കണം. ഈ വേപ്പില ഇല്ലേ? വേപ്പില, ഇഞ്ചിയൊക്കെ കുരുകുരാന്നറിഞ്ഞ് വറുത്ത് മിക്സിയിൽ പൊടിക്കണം. അപ്പൊ ചമ്മന്തിപ്പൊടിയോ. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടോ? അതും ഉണ്ടാക്കാം. കഴുകി വാരി വറുത്ത് അതിൻ്റെ തലയും പാലും ഒക്കെ നുള്ളിക്കളഞ്ഞ് അതിനകത്ത് പുളി, ഇഞ്ചി, ഉപ്പ്, എല്ലാം, മുളക്, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് ഈ മിക്സിയിൽ ചമ്മന്തിപ്പൊടിയിലും കുരുമുളക് പൊടി ചേർക്കും. കുരുമുളക് ചേർക്കും, നല്ല വലിയ കുരുമുളക്. ഇങ്ങനെ അവലോസ് പൊടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആയിക്കഴിഞ്ഞിട്ട് കാണാം. അവലോസ് പൊടി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ. അപ്പോൾ നല്ല നാടൻ അവലോസ് പൊടി. തേങ്ങ നമുക്ക് ധാരാളമാണ്. തേങ്ങ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തെങ്ങുമ്മ ഇഷ്ടം പോലെ തേങ്ങ ഉള്ളതാണ്. നമുക്കിവിടെ 5-6 തെങ്ങില്ലേ. അപ്പൊ കാശ് കൊടുത്ത് തേങ്ങ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടാൽ തന്നെ അറിയാം തേങ്ങ ധാരാളം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അവലോസ് പൊടിയാണ്. 2ാമത്തെ വറവാണ്. ഇതിന് 2 ഓടി വറുക്കാനുണ്ടല്ലേ? മൊത്തം 5 കിലോ 6 കിലോന്റെ ഉണ്ടാക്കുന്നുണ്ട്. 2 പ്രാവശ്യം കൂടി വറുക്കാനുണ്ട്. അപ്പൊ ഇത് ഇടവിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കണത്. ഇത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടൂല. 6 കിലോന്റെ അവലോസ് പൊടിയാണ് ഇവിടെ വറുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ 2 പേര് മാറി തന്നെ ഇളക്കിയാണ്. ആർക്കെങ്കിലും അവലോസ് പൊടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടിയാണ്. എൻ്റെ അമ്മ സ്വന്തം കൈകൊണ്ട് നാടൻ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ അവലോസ് പൊടിയൊക്കെ അരി പൊടിപ്പിക്കാൻ കൊടുത്തിട്ട് നമ്മൾ മില്ലിൽ തന്നെ മിഷനിൽ വറുത്തുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കായൊക്കെ ഡബിൾ ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ലത് കണ്ടോ? തേങ്ങ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. തേങ്ങ, ജീരകം, ഉപ്പ് എല്ലാം, പൊടിക്കുപ്പ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റിൽ നമ്മൾ വറുത്തെടുക്കാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഒത്തിരി പാചക വീഡിയോ ഈ ചാനലിലൂടെ കാണാൻ കഴിയും. ഇതിൻ്റെ ഇടയ്ക്ക് ഇടവേള ഒരു ചായ കുടിക്കട്ടെ. അപ്പം ഇതെങ്ങനെ ഇതിൻ്റെ ചേരുവകളൊക്കെ? അത് 1 കിലോ പൊടിക്ക് 2 തേങ്ങ വെച്ചെടുക്കണം. അല്ല വലിയ തേങ്ങ ആയിരിക്കണം. അപ്പോഴാ രുചി ഉണ്ടാവുള്ളൂ. പിന്നെ എന്തൊക്കെയാ അതിൻ്റെ കൂട്ട്? പിന്നെ ഒരു പൊടിക്ക് ഉപ്പ്, ഇത്തിരി ജീരകം ചേർക്കും, ഏലക്കായ ഇട്ടാലും നല്ലതൊക്കെയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് 1 കിലോ പൊടിക്ക് 2 തേങ്ങ, വലിയ തേങ്ങ, ജീരകം, പൊടിക്കുപ്പ് അത്രയും ചേർക്കണം. ഇപ്പോൾ വറുക്കണം. ഇതിപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതായിട്ടുണ്ട്.
ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ല തുറസായ പ്രദേശവും നമുക്ക് പുറത്ത് അടുപ്പൊക്കെ കൂട്ടി പാചകം ചെയ്യാൻ പറ്റിയ ആംബിയറാണ് അല്ലേ? കണ്ട, 2 പേർക്കിടെ അധ്വാനമാണ്. 3ാമത്തെ ട്രിപ്പാണ് വറുക്കുന്നത്. ഞാൻ ഇങ്ങനെ ഇരിക്കണുണ്ട്, നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. ഇതൊക്കെ നമ്മുടെ പണിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ 3ാമത്തെ ട്രിപ്പ് വറുക്കണ്. 2 ട്രിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ട്രിപ്പും കൂടി വറുക്കാനുണ്ട്. മൊത്തം 6 കിലോ പൊടിയാണ് എടുത്തേക്കുന്നത്. ഉരുളി ചെറുതാ. ചെറിയ ഉരുളിയാണ് കേട്ടോ. അത് കാരണമാണ് ഈ 3. വലിയ ഉരുളിയാണെങ്കിൽ ഒരു 2 പ്രാവശ്യമായിട്ട് നമുക്ക് വറുക്കാം. ഇതിപ്പോൾ ഓരോ പ്രാവശ്യവും 1.5 കിലോ ഒക്കെ വെച്ച് വറുക്കാൻ പറ്റിയ ഉരുളിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് പണ്ടത്തെ ഉരുളിയാണ് കേട്ടോ ഞങ്ങളുടെ. എത്രയോ വർഷം പഴക്കമില്ലേ? 20 വേണ്ട. ഇതാണ് അവസ്ഥ. ദേശത്ത് വെച്ച് വെച്ചിട്ടാ. ദേശത്ത് നിങ്ങളൊക്കെ ചെറുതായിരുന്നു.